നമസ്കാരം. വിഷ്ണുമായ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വിശ്വാസങ്ങളുടെ പുറകെ പോകുന്നവരാണ്. അന്ധവിശ്വാസം എന്ന മുദ്രകുത്തിയും ചിലപ്പോഴെങ്കിലും ജീവിതത്തിൽ ഇത്തരം വിശ്വാസങ്ങളുടെ പിറകെ പോകാത്തവർ ചുരുക്കം ആൾക്കാരായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം ഒരു പക്ഷേ വാസ്തുദോഷമാകാം, ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റു ചില കാര്യങ്ങളും ആവാം. എത്ര സമ്പാദിച്ചാലും ധനനഷ്ടം, ധനം ചോർന്നു പോകുക, ഉദ്ദേശിച്ച രീതിയിൽ ധനം നേടാൻ കഴിയാതിരിക്കുക തുടങ്ങിയ പല പ്രശ്നങ്ങളും അടിക്കടി നേരിടേണ്ടി വരുന്നതുമുണ്ട്. ധനം നേടാനും വാസ്തുപരമായ ദോഷങ്ങൾ ഒഴിവാക്കാനും നമുക്ക് തന്നെ ചെയ്യാവുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഉപ്പ്. അടുക്കളയിൽ ഒരു ചേരുവയായ ഉപ്പ് പലതര പ്രശ്നങ്ങൾക്കും നെഗറ്റീവ് ഊർജം കളയുവാനും ഉപയോഗിക്കുന്ന ഒന്നാണ്. ഉപ്പ് കൊണ്ട് ഇത്തരത്തിൽ പല ദോഷങ്ങൾ തീർക്കാനുള്ള ചില പ്രധാനപ്പെട്ട വഴികളെക്കുറിച്ച് പറയാം. ദിഷ്ടിദോഷം, കരിങ്ങണ്ണ് എന്നൊക്കെ പ്രയോഗങ്ങൾ സർവ്വസാധാരണയാണ്. ഇത് ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പൊതുവെ വിശ്വാസം. കണ്ണുപറ്റി എന്നൊക്കെ സാധാരണ പറയാറുണ്ട്. ഇതിന് പരിഹാരം എന്നാണ് ഉപ്പ്. ഒരു നുള്ളു ഉപ്പ് കയ്യിലെടുത്ത് ഇത് കണ്ണുപറ്റി എന്ന് പറയുന്ന വ്യക്തിയുടെ തലയ്ക്ക് മീതെ 3 തവണ ഒഴിഞ്ഞോ പുറത്തേക്ക് കളയുക. ഇത് ദിവസവും 3 തവണ ചെയ്യുക. ഇങ്ങനെ 3-4 ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ ദോഷം മാറുമെന്നാണ് വിശ്വാസം. ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാവാൻ ഒരു നുള്ളു ഉപ്പ് ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് ഓഫീസിലോ ധനലാഭം വേണ്ടിടത്തോ കെട്ടിത്തൂക്കിയിടുക. ഇത് നെഗറ്റീവ് ഊർജം ഒഴിവാക്കാനും വാസ്തുദോഷം തീർക്കാനും ധനലാഭത്തിന് സഹായിക്കുന്ന ഒന്നാണ്. ദാരിദ്ര്യവും സാമ്പത്തിക പ്രശ്നങ്ങളും അകറ്റുവാൻ വേണ്ടി വീടുകളിലും ഓഫീസിലോ ബിസിനസ് സ്ഥാപനത്തിലോ തുടയ്ക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പ് വെള്ളത്തിലിട്ട് തുടയ്ക്കുക. വ്യാഴാഴ്ച ഉപ്പ് ചേർക്കരുത്. ഇത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഒഴിവാക്കാനും നെഗറ്റീവ് ഊർജം നീക്കുവാനും സഹായിക്കുന്നു. വീട്ടിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാനും ഉപ്പ് ഏറെ നല്ലതാണ്. പ്രത്യേകിച്ചും കാരണമില്ലാതെ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഇതിന് കാരണം നെഗറ്റീവ് ഊർജമാകാം. ഇത് നീക്കാൻ ഒരു കഷ്ണം കല്ലുപ്പ് കട്ടിലിൻ്റെയോ കിടക്കയുടെയോ മൂലയിൽ വെച്ചാൽ മതി. ഇത് നെഗറ്റീവ് ഊർജം നീക്കാൻ സഹായിക്കും. ഇത് ഒരു മാസത്തിന് ശേഷം മാത്രം എടുത്ത് നീക്കം ചെയ്യുക. വീടുകളിൽ പൊതുവെ നെഗറ്റീവ് എനർജി നിറയ്ക്കുന്ന 2 ഇടമാണ് ബാത്റൂമും ടോയ്ലറ്റും. ഇത് നീക്കുവാനും ഉപ്പ് ഉപയോഗിക്കുന്നു. ഉപ്പും ഗ്ലാസും ചൊവ്വയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു ഗ്ലാസ്സിൽ അല്പം ഉപ്പ് നിറച്ച് ബാത്റൂമിലോ ടോയ്ലറ്റിലോ വയ്ക്കുക. വാസ്തുദോഷം തീർക്കാൻ നല്ലതാണ്. ഇതുപോലെ കട്ടിലിനടിയിൽ ഉപ്പ് നിറച്ച് വെച്ച ബൗൾ വയ്ക്കുന്നതും ഏറെ നല്ലതാണ്. ഇത് ആ മുറിയിലെ നെഗറ്റീവ് ഊർജം വലിച്ചെടുക്കുന്നു. അതുപോലെ അസുഖമായി കിടക്കുന്നവരുടെ കട്ടിലിന് അടിയിൽ ഇതേ രീതിയിൽ ഉപ്പ് വയ്ക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.